പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ രക്തയോട്ടം കുറവാണെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല, ആ ഭാഗത്തേക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ഡൗട്ട് അല്ലേ? ഇത് കറക്റ്റായിട്ട് എൻ്റെ ലിംഗത്തിലേക്ക് രക്തയോട്ടം വരുന്നുണ്ടോ? ഇനി ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എങ്ങനെ ഇപ്പോൾ ഇത് രക്തയോട്ടം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം? എന്തൊക്കെ ചെയ്യേണ്ടതാണ് ഇതിന്? രക്തയോട്ടം കുറവുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ രക്തയോട്ടം കുറയാനുള്ള കാരണങ്ങളായത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി രക്തയോട്ടം കുറവുള്ളതിനെ മാറ്റാൻ അല്ലെങ്കിൽ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട്സ് അല്ലേ? ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പം നിങ്ങളുടെ ലിംഗത്തിലേക്ക് കറക്റ്റായിട്ട് രക്തം ഓടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ സംശയിക്കുന്ന പോലെ തന്നെ ഉദ്ധാരണം കറക്റ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉദ്ധരിക്കുന്നില്ല ഡോക്ടറെ എന്ന അവസ്ഥ. അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ ഇടയിൽ വെച്ചിട്ട് എന്തോ ഒരു പഴയ പോലത്തെ ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഉഷിര് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അതേപോലെ രാവിലെകളിൽ കറക്റ്റായിട്ട് ഉദ്ധാരണം വരുന്നില്ല. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഉദ്ധാരണം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഉദ്ധാരണം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് തണുപ്പ് അധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിനെക്കാട്ടിലും മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറവാണ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ശരീരം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വാർണിംഗ് സൈൻസ് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറവാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചില കേസുകളിൽ നിങ്ങൾ സാധാരണഗതിയിൽ ബന്ധപ്പെടുന്നതിനേക്കാൾ അമിതമായിട്ട് ക്ഷീണിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഉദ്ധാരണം കിട്ടുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉദ്ധരിക്കുന്നത് എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യക്കുറവ്, എന്താണെന്നറിയില്ല, ഇതിനോടൊരു താല്പര്യം പണ്ടത്തെ പോലെ തോന്നുന്നില്ല എന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പൊസിഷൻസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല, എന്താണെന്നറിയില്ല, ആ ഒരു പൊസിഷൻ ട്രൈ ചെയ്യുമ്പം എൻ്റെ ലിംഗം വളഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ ലിംഗം അങ്ങ് അകത്ത് കയറുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതേപോലെ ദിവസം കൂടും തോറും എൻ്റെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം അല്ലെങ്കിൽ ആ ഒരു ശക്തിയുള്ളത് കുറഞ്ഞു വരികയാണോ എന്നുള്ളൊരവസ്ഥ. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി തന്നെ തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. ഉദ്ധാരണക്കുറവ് ഉണ്ടാകാൻ ഇനി സാധ്യതയുണ്ട്, ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ രക്തയോട്ടം നല്ല രീതിയിൽ കുറയും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്ന് നിങ്ങളുടെ ബോഡി തന്നെ തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ കാരണം തന്നെ, നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ഒരാളാണ് നിങ്ങൾ, ഹൃദയരോഗങ്ങളുള്ള ഒരാളാണ് നിങ്ങൾ, കൊളസ്ട്രോൾ നല്ല രീതിയിലുള്ള ഒരാളാണ് നിങ്ങൾ, യൂറിക് ആസിഡ് കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് ആൽക്കഹോളിക് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ പുകവലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രക്തക്കൊഴലുകൾ ചുരുങ്ങാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തക്കൊഴലുകളിൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതകളും രക്തയോട്ടം കുറയാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾ വ്യായാമം ഒട്ടും ഇല്ലാത്തൊരു ജീവിതശൈലിയാണ്, എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ രക്തയോട്ടം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നത് വളരെ കുറയാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയും ചെയ്യും. അപ്പം ഇനി പറയുന്നത്, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾക്ക് ശരിക്കും ഇത്തരത്തിൽ രക്തയോട്ടം കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിലാദ്യം പറഞ്ഞത് തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ എപ്പോഴും ഇരുന്നുകൊണ്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞാൽ വേഗം കിടക്കുന്ന ഒരവസ്ഥ, തീരെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തുകൂടെ പോകാത്തൊരവസ്ഥ എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രക്തയോട്ടം നിങ്ങളുടെ ശരീരത്തിൽ കുറയും. അതേപോലെ നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ ആണ് ഇടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചൂട് കൂടിയിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്, രക്തയോട്ടം കുറയാറുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങളുടെ ഉറക്കം
സ്ലീപ്പ് ഹാബിറ്റ്സ് ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കം കറക്റ്റ് അല്ല, നിങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ടെസ്റ്റോസ്ട്രോണിൻ്റെ ഒക്കെ ഉൽപ്പാദനം കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതേപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം വളരെ ശ്രദ്ധേയപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മൾ പക്ഷേ എന്താ ചെയ്യുന്നത്, ലാപ്ടോപ്പ് ഒരുപാട് നേരം നമ്മളുടെ കാലിൻ്റെ മേലെ അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ രക്തയോട്ടം കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളൊന്നെങ്കിൽ അതിന് ലാപ്ടോപ്പ് സ്റ്റാൻഡ് വാങ്ങിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒരുപാട് സമയം നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. അതേപോലെ നിങ്ങൾ ഒരുപാട് നേരം യൂറിൻ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരാറുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അപ്പോൾ നമ്മളുടെ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഈ ഒരു രക്തയോട്ടക്കുറവ് വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഓവറായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്തയോട്ടം കുറയും. 2, നിങ്ങൾ നല്ല ഷുഗറി ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മളുടെ ക്യാൻഡ് ഫുഡ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള രക്തയോട്ടക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ ഹെവി ആയിട്ടും നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിലും രക്തയോട്ടം കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് പച്ചക്കറികൾ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിക്കാനേ കൂട്ടാക്കാറില്ല, എപ്പോഴും ഇറച്ചി, മീൻ അല്ലെങ്കിൽ ഹോർമോണൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സബ്സ്റ്റൻസസ് ആണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ടൊബാക്കോൻ്റെ യൂസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണങ്ങളും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് പുവർ സർക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പറയാനുള്ളത്, ക്രോണിക് ആയിട്ട്, അതായത് ഒരുപാട് കാലമായിട്ട് സ്ട്രെസ്സിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷർ കൂടുകയും ആ രീതിയിൽ നിങ്ങൾക്ക് രക്തയോട്ടം ഈ ഒരു ഭാഗത്തേക്ക് കുറയാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ പെടുന്നതാണ് നിങ്ങളുടെ വ്യായാമക്കുറവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് പുവർ പോസ്ചർ, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, നടക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ഈ ഒരു രക്തയോട്ടക്കുറവിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാദ്യം പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് 3/4 മണിക്കൂർ ദിവസം ചെയ്യുന്നുണ്ട്. അത് കീഗിൾസ് എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ്, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ലോവർ മസിൽസിനെ ട്രെയിൻ ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള രക്തയോട്ടക്കുറവിനെ അതിനെ മാനേജ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുക. നല്ല പച്ചക്കറികൾ, അതേപോലെ പ്രോസസ്ഡ് അല്ലാത്ത ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ്, ഷുഗർ ഉള്ള ഒരാളാണ്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നല്ല രീതിയിൽ സ്ട്രെസ്സിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കാനോ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും പുകവലി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് നിർത്തേണ്ടതാണ്. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മാറുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസൻസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.